മുൻ ഇന്ത്യൻ രാഷ്ട്രപതി ഡോക്ടർ APJ അബ്ദുൽ കലാമിന് അദ്ദേഹം യുവാവായിരിക്കെ ഒരിക്കൽ അമേരിക്കൻ സ്പേസ് ഏജൻസിയായ നാസ സന്ദർശിക്കുവാനുള്ള അവസരം ലഭിച്ചു. നാസയുടെ റിസപ്ഷൻ ഹാളിലെ ഒരു പെയിന്റിങ്ങിൽ അദ്ദേഹത്തിൻ്റെ കണ്ണുടക്കി. റോക്കറ്റുകൾ ഉപയോഗിച്ച് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നടന്ന ഒരു യുദ്ധത്തിൻ്റെ ചിത്രമാണത്. ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കിയ അദ്ദേഹം ഞെട്ടി. സാക്ഷാൽ ടിപ്പു സുൽത്താൻ. 18-ാം നൂറ്റാണ്ടിൽ തെക്കേ ഇന്ത്യയിലെ മൈസൂർ ഭരിച്ചിരുന്ന ഒരു ഭരണാധികാരിയാണ് ലോകത്തിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ ബഹിരാകാശ ഏജൻസിയിൽ ആദരിക്കപ്പെടുന്നത്. വർഷങ്ങൾക്ക് ശേഷം കലാം പ്രസിഡന്റായപ്പോൾ ടിപ്പുവിനെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ഈ മേഖലയിലെ സംഭാവനകളെക്കുറിച്ചും വിശദമായ പഠനം നടത്തുകയുണ്ടായി. യുദ്ധമുഖത്ത് തീ തുപ്പുന്ന റോക്കറ്റുകൾ ഉപയോഗിച്ച് ശത്രുവിനെ വിറപ്പിച്ച ധീരയോദ്ധാവ്. സാങ്കേതികവിദ്യയുടെയും ശാസ്ത്രത്തിൻ്റെയും ചിറകിലേറി യൂറോപ്യൻ രാജ്യങ്ങൾ കുതിക്കുന്നത് മനസ്സിലാക്കി ആ മേഖലയിൽ പഠനങ്ങളും ഗവേഷണങ്ങളും പരീക്ഷണങ്ങളും നടത്തിയ ക്രാന്തദർശി. ബ്രിട്ടീഷുകാർ ഇന്ത്യയെ വരിഞ്ഞുമുറുകുമ്പോൾ പോരാട്ടത്തിൻ്റെ പോർമുന തുറന്ന ശക്തമായി പ്രതിരോധിച്ച പോരാളി. ശത്രുവിൻ്റെ ശത്രുമിത്രമെന്ന് മനസ്സിലാക്കി ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ ഫ്രഞ്ചുകാരുമായി സഖ്യമുണ്ടാക്കിയ ബുദ്ധിശാലി. നൂറ്റാണ്ടുകൾക്ക് മുമ്പേ തെക്കേ ഇന്ത്യയിലെ ഒരു ചെറു രാജ്യത്തെ ലോകശക്തികളുമായി നയതന്ത്ര ബന്ധത്തിലേർപ്പെടുത്തിയ ഭരണാധികാരി. നെപ്പോളിയൻ അടക്കമുള്ള ലോക നേതാക്കളുമായി സൗഹൃദം സ്ഥാപിച്ച തന്ത്രശാലി. സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യത്തെ വിറപ്പിച്ച് സധൈര്യം പോരാടിയ, പരാജയമുറപ്പിച്ചിട്ടും തിരിഞ്ഞോടാതെ നെഞ്ചുവിരിച്ച് വീരചർമ്മം പ്രാപിച്ച ചരിത്രപുരുഷൻ. ടിപ്പു സുൽത്താൻ്റെ കഥയാണ് സ്റ്റോറി ആൻഡ് ഹിസ്റ്ററിയിൽ ഇന്ന്. ചരിത്രത്തിലെ കഥകളും കഥകളിലെ ചരിത്രവും തേടി സ്റ്റോറി ആൻഡ് ഹിസ്റ്ററി യാത്ര തുടരുകയാണ്. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഏവർക്കും ഒരിക്കൽ കൂടി ഹാർദമായ സ്വാഗതം. മൈസൂരിലെ വൊഡയാർ രാജവംശത്തിൻ്റെ സൈന്യാധിപനായിരുന്ന ഹൈദർ അലി മൈസൂർ പിടിച്ചടക്കുന്നതോടെയാണ് കഥകളുടെ തുടക്കം. വളരെ കാലം കുട്ടികളില്ലാതിരുന്ന ഹൈദർ അലിക്ക് ഒടുവിൽ ഒരു ആൺകുഞ്ഞിൻ്റെ പിതാവാകാൻ കഴിഞ്ഞു. ആ കുഞ്ഞാണ് പിന്നീട് ലോകമറിയുന്ന ധീരഭരണാധികാരിയായി വളരുന്നത്. 1751 ഡിസംബർ 1 ബാംഗ്ലൂരിലെ ദേവനഹള്ളിയിലാണ് ടിപ്പുവിൻ്റെ ജനനം. അന്ന് ലഭിക്കുമായിരുന്നതിൽ വെച്ച് ഏറ്റവും മികച്ച വിദ്യാഭ്യാസം തൻ്റെ മകന് ലഭിക്കുന്നുണ്ടെന്ന് ഹൈദർ അലി ഉറപ്പുവരുത്തിയിരുന്നു. ശാസ്ത്രത്തിലും സാങ്കേതികവിദ്യയിലും യുദ്ധതന്ത്രത്തിലുമൊക്കെ പ്രാവീണ്യം നേടി അവൻ പിതാവിൻ്റെ പ്രതീക്ഷകൾ കൊത്തുയർന്നു. കുട്ടിയായിരിക്കെ തന്നെ യുദ്ധമുഖത്തെ പോരാട്ടങ്ങൾ കണ്ടു വളർന്ന ടിപ്പു അധികം വൈകാതെ പിതാവിൻ്റെ വലം കൈയായി മാറി. 1761 മൈസൂർ ഭരണം കൈക്കലാക്കിയ ഹൈദർ അലിക്ക് ബ്രിട്ടീഷുകാർ നടത്തുന്ന ഇടപെടലുകൾ അത്ര രസിച്ചില്ല. 5 വർഷങ്ങൾക്കുള്ളിൽ 1766 തന്നെ അദ്ദേഹം ബ്രിട്ടീഷുകാർക്കെതിരെ പോർമുന തുറന്നു. ഒന്നാം മൈസൂർ യുദ്ധം എന്നറിയപ്പെടുന്ന പോരാട്ടത്തിൽ ഹൈദരാലിയുടെ സേന ബ്രിട്ടീഷുകാരെ വിറപ്പിച്ചു. അന്ന് ടിപ്പുവിന് പ്രായം വെറും 15 വയസ്സ്. ഭയന്നു മാറി നിൽക്കാതെ ടിപ്പുവും യുദ്ധമുഖത്ത് സജീവമായി. മറാത്ത യുദ്ധത്തിലും ടിപ്പു പങ്കെടുത്തു. തൻ്റെ മകന്റെ കഴിവുകളിൽ വിശ്വാസം വന്ന ഹൈദർ അലി കൂടുതൽ ഉത്തരവാദിത്വങ്ങൾ അവന് നൽകി. പൊള്ളിലൂർ യുദ്ധത്തിൽ ബ്രിട്ടീഷ് സൈന്യത്തെ ടിപ്പുവിൻ്റെ സംഘം തറപറ്റിച്ചു. 1779-80 കാലഘട്ടത്തിലായിരുന്നു ഇത്. അന്താരാഷ്ട്ര തലത്തിൽ ബ്രിട്ടനും ഫ്രാൻസും പലയിടങ്ങളിലും നേർക്കുനേർ ഏറ്റുമുട്ടുന്ന സമയമാണിത്. മൈസൂരിൻ്റെ ഒപ്പം നിലയുറപ്പിച്ചുകൊണ്ട് ഫ്രാൻസ് ബ്രിട്ടന് തെക്കേ ഇന്ത്യയിൽ കടുത്ത വെല്ലുവിളി ഉയർത്തി. ബ്രിട്ടീഷുകാരോട് കടുത്ത വൈരാഗ്യമുണ്ടായിരുന്ന ഹൈദർ അലി അവർക്കെതിരെ ഒരു ഏറ്റുമുട്ടലിന് തയ്യാറെടുത്തു. 1778 ബ്രിട്ടനെതിരെ ഫ്രഞ്ചുകാർ യുദ്ധം പ്രഖ്യാപിച്ചു. ഈ തക്കം നോക്കി ഇന്ത്യയിൽ നിന്നും ഫ്രഞ്ചുകാരെ തുടച്ചു നീക്കാൻ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി കരുക്കൾ നീക്കി. 1778 തന്നെ ഫ്രഞ്ച് അധീനതയിലുണ്ടായിരുന്ന പോണ്ടിച്ചേരിയും മറ്റു പ്രദേശങ്ങളും അവർ കൈക്കലാക്കി. ഫ്രഞ്ചുകാർ നിയന്ത്രിച്ചിരുന്ന മലബാറിലെ മാഹി തുറമുഖമായിരുന്നു അവരുടെ അടുത്ത ലക്ഷ്യം. 1779 അവർ മാഹിയും പിടിച്ചെടുത്തു. ഫ്രഞ്ചുകാരിൽ നിന്ന് ആയുധങ്ങൾ മൈസൂരിന് ലഭിച്ചിരുന്നത് മാഹി തുറമുഖം വഴിയായിരുന്നു. അത് ബ്രിട്ടീഷുകാർ കൈക്കലാക്കിയാലുള്ള അപകടം തിരിച്ചറിഞ്ഞ ഹൈദർ അലി മാഹി തിരിച്ചുപിടിക്കാൻ സർവ്വശക്തിയും പ്രയോഗിച്ചു. 1780 ജൂലൈയിൽ കർണാട്ടിക് പ്രദേശത്തേക്ക് വമ്പൻ സൈനിക സന്നാഹവുമായി ഹൈദർ അലി മാർച്ച് ചെയ്തു. ടിപ്പു സുൽത്താൻ കളത്തിലിറങ്ങി പൊള്ളിലൂർ യുദ്ധത്തിൽ ബ്രിട്ടീഷുകാരെ തറപറ്റിക്കുന്നത് ഈ പശ്ചാത്തലത്തിലാണ്. മദ്രാസിന് സമീപമുള്ള ചിദംബരം, വെല്ലൂർ, നാഗപട്ടണം, തഞ്ചാവൂർ, ചിറ്റൂർ തുടങ്ങിയിടങ്ങളിൽ കനത്ത പോരാട്ടം നടന്നു. 1782 ബ്രിട്ടീഷുകാർ ബോംബെയിൽ നിന്ന് അധിക സൈന്യത്തെ മലബാറിലേക്ക് അയച്ചു. അവിടുത്തെ മൈസൂർ നിയന്ത്രിത ഭൂപ്രദേശങ്ങൾ കൈക്കലാക്കുകയായിരുന്നു അവരുടെ ലക്ഷ്യം. ഹൈദർ അലി തൻ്റെ മകൻ ടിപ്പു സുൽത്താനെ കളത്തിലിറക്കി. ഏതു വിധേനയും ബ്രിട്ടീഷ് സൈന്യത്തെ തുരത്തുക എന്നതായിരുന്നു ടിപ്പുവിൽ നിക്ഷിപ്തമായ കടമ. യുദ്ധമുഖത്ത് സർവ്വസജ്ജരായി നിൽക്കുന്നതിനിടെ അവരെ തേടി ആ വാർത്തയെത്തി. രോഗബാധിതനായിരുന്ന ഹൈദർ അലി മരണമടഞ്ഞിരിക്കുന്നു. ടിപ്പു ഉടൻ തന്നെ മടങ്ങി. ഇത് ബ്രിട്ടീഷ് സൈന്യത്തിന് വലിയ ആത്മവിശ്വാസം നൽകി. ജനറൽ റിച്ചാർഡ് മാത്യൂസിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘത്തെ കൂടി ബ്രിട്ടീഷുകാർ സംഭവ സ്ഥലത്തേക്ക് അയക്കുന്നത് ഈ സമയത്താണ്. ഹൈദർ അലിയുടെ മരണവാർത്ത അവരുടെ ചെവിയിലെത്തിയതോടെ ബ്രിട്ടീഷ് ആത്മവിശ്വാസം ഇരട്ടിയായി. ശത്രുപക്ഷത്തെ നായകൻ തന്നെ മരണമടഞ്ഞിരിക്കുന്നു. ഇനി വിജയം അനായാസേന കൈക്കലാക്കാം. ജനറൽ മാത്യൂസിനോടും സംഘത്തോടും ഉടൻ തന്നെ പശ്ചിമഘട്ടം കടക്കാൻ അവർ ഉത്തരവിട്ടു.
ബ്രിട്ടീഷുകാരുടെ അമിത ആത്മവിശ്വാസം അവർക്കു തന്നെ വിനയായി. ഹൈദരലി എന്ന വൻമരം വീണതു മാത്രമേ അവർ കണ്ടിരുന്നുള്ളൂ. പിന്നിൽ ടിപ്പു ഒരു പർവ്വതമായി വളർന്നത് അവരറിഞ്ഞിരുന്നില്ല. പിതാവിനെ യാത്രയാക്കി തിരിച്ചെത്തിയ ടിപ്പു പ്രതികാരദാഹിയായി. മൈസൂർ സൈന്യം ബ്രിട്ടീഷുകാരെ അക്ഷരാർത്ഥത്തിൽ തച്ചു തകർത്തു. ജനറൽ മാത്യൂസിനെയും 17 ഓഫീസർമാരെയും ശ്രീരംഗപട്ടണത്തേക്ക് കൊണ്ടുപോയി. പിന്നീട് ഇവരെ കൊലപ്പെടുത്തുകയാണ് ഉണ്ടായത്. കടലൂരിലും മംഗലാപുരത്തും ബ്രിട്ടീഷ് ഫ്രഞ്ച് പോരാട്ടമുണ്ടായി. മംഗലാപുരത്ത് ടിപ്പുവിന്റെ സൈന്യം തിരിച്ചടിച്ചു. തഞ്ചാവൂരിലും കോയമ്പത്തൂരിലും പോരാട്ടങ്ങൾ നടന്നു. വൈകാതെ യുദ്ധം അവസാനിപ്പിക്കുവാനുള്ള അറിയിപ്പ് ലണ്ടനിൽ നിന്നെത്തി. 1784 മാർച്ച് 11 മംഗലാപുരം ഉടമ്പടിയിൽ ബ്രിട്ടനും മൈസൂരും ഒപ്പുവെച്ചു. വാറൻ ഹേസ്റ്റിങ്ങിനെ പോലുള്ള കമ്പനിയുടെ പ്രതിനിധികൾ ഇത് വലിയൊരു തിരിച്ചടിയായി കണ്ടു. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഇന്ത്യയിലെ ആധിപത്യം അവസാനിക്കുന്നതായി കഥകൾ പ്രചരിച്ചു. കമ്പനിയുടെ ഷെയർ വാല്യൂ ബ്രിട്ടനിൽ നന്നായി ഇടിഞ്ഞു. ബ്രിട്ടന്റെ ദേശീയ വരുമാനത്തിന്റെ 1/6 വന്നിരുന്നത് ഈ വഴിയായിരുന്നത് കൊണ്ട് തന്നെ സർക്കാർ നന്നായി ഭയപ്പെട്ടു. പിറ്റ്സ് ഇന്ത്യ ആക്ട് നടപ്പാക്കുന്നത് ഈ പശ്ചാത്തലത്തിലാണ്. രണ്ടാം ആംഗ്ലോ മൈസൂർ യുദ്ധം അവസാനിച്ചതോടെ 2 കാര്യങ്ങളുണ്ടായി. 1. മൈസൂരിന്റെ വീരപുത്രൻ ഹൈദരലി മൺമറഞ്ഞു. 2. ബ്രിട്ടീഷുകാർ അതോടുകൂടി മൈസൂരിന്റെ ഭീഷണി അവസാനിച്ചുവെന്ന് കരുതിയിരിക്കെ ഒരു നായകൻ രംഗപ്രവേശം ചെയ്തു. മൈസൂർ കാടുകളിൽ കടുവയോട് നേരിട്ട് എതിരിട്ട സുൽത്താനെക്കുറിച്ചുള്ള കഥകൾ ഇന്നും പ്രചരിക്കുന്നുണ്ട്. മൈസൂർ കടുവ എന്ന വിളിപ്പേര് അങ്ങനെയാണ് ഉണ്ടായതത്രേ. അപ്രതീക്ഷിതമായുണ്ടായ കടുവാക്രമണത്തിൽ പകച്ചുപോയ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ ചിത്രത്തോടെ 1-ാം ഭാഗം ഇവിടെ അവസാനിക്കുന്നു. നെഞ്ചിൽ അണയാത്ത പകയുമായി ടിപ്പു സുൽത്താനും എങ്ങനെയെങ്കിലും മൈസൂരിനെ വീഴ്ത്തുകയെന്ന ലക്ഷ്യത്തോടെ ബ്രിട്ടീഷുകാരും തക്കം പാർത്തിരിക്കുന്നു. കഥ ഇവിടെ അവസാനിക്കുകയല്ല, തുടങ്ങുകയായിരുന്നു.